നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 6 കമ്പനികളിലെ തൊഴിലവസരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതിനകത്ത് ഒരു വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ഒരു ജോലിയുണ്ട്. അതായത് കേരള ഗവൺമെന്റ് ഒരു ഏജൻസി വഴി മറ്റൊരു കമ്പനിയിലേക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ചില തൊഴിലവസരങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പ്രമുഖമായിട്ടുള്ള ഒരു ജൂവലറിയിലേക്ക് 20ഓളം വിവിധ തസ്തികകളിൽ ഒട്ടനവധി ഒഴിവുകളിലേക്ക് നടക്കുന്ന ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂവിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇൻഫോ പാർക്കിലെ 2 കമ്പനികളിൽ ഡിഗ്രിക്കാർക്ക് ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ. ഇങ്ങനെ വിവിധ അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കുവാൻ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു കൊള്ളട്ടെ. ടെക്ജൻഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രമുഖ IT കമ്പനി, അത് ചേർത്തല ഇൻഫോ പാർക്കിലൊക്കെ പ്രവർത്തനമുള്ള കമ്പനിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇന്നോവേഷൻ അവാർഡൊക്കെ കിട്ടിയ ഒരു കമ്പനിയാണ്. ഇതിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് നമ്മൾ ഈ വീഡിയോയിൽ ചില ദിവസങ്ങൾക്ക് മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഏതാണ്ട് 3500-ലധികം ആൾക്കാരാണ് അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഡേറ്റിൽ ആ റിക്രൂട്ട്മെന്റ് നടക്കില്ല എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ഇപ്പൊ ആ റിക്രൂട്ട്മെന്റ് ഡേറ്റ് വന്നിട്ടുണ്ട്. 7-ാം തീയതി സെപ്റ്റംബറിലാണ് നടക്കുന്നത്. അപ്പം സക്സസ്ഫുൾ ആയിട്ട് രജിസ്റ്റർ ചെയ്ത എലിജിബിൾ ആയിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും ഇതിന്റെ കൺഫർമേഷൻ മെയിൽ പോയിട്ടുണ്ട്. 3 ലൊക്കേഷനിൽ വെച്ചിട്ട് 7-ാം തീയതി സെപ്റ്റംബർ നടക്കും. അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ടൈമിങ്സ് ആയിരിക്കും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് മെയില് ഉള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ മെയിൽ അത് ഇൻബോക്സിൽ മാത്രമല്ല സ്പാമിലും ഒക്കെ പോയി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരുന്ന ടൈമിൽ റിപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ID കാർഡ് പ്രത്യേകിച്ച് കരുതണം എന്ന് കമ്പനി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. തൊഴിലവസരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. വിദേശ പഠനത്തിന് ഏറ്റവും മികച്ച അവസരം എന്ന നിലയിൽ അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു അവസരം മുൻപ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ഈ കുറേ അധികം കുട്ടികൾ ഈ അവസരം ഓപ്റ്റ് ചെയ്ത് ഇപ്പോൾ USA പഠിക്കുന്നതിനായിട്ട്, അത് ഡിഗ്രിയും PGയും ഒക്കെ പഠിക്കുന്നതിനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രീ ഡിപ്പാച്ചർ മീറ്റ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെച്ച് ഈ കൺസൾട്ടൻസി സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഞാനും ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള മലയാളിയായ ഡയറക്ടറുമൊക്കെ ഈ പ്രീ ഡിപ്പാർച്ചർ മീറ്റിൽ പങ്കെടുത്തു. അതിന്റെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അവസരം വിശദമാക്കുന്ന ഒരു വെബിനാർ ഈ വരുന്ന ഞായറാഴ്ച, അതായത് 8-ാം തീയതി സെപ്റ്റംബർ ഓൺലൈനിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഞാനും യൂണിവേഴ്സിറ്റി റെപ്രസെന്റേറ്റീവ്സും ഒക്കെ ഈ വെബിനാറിന് നേതൃത്വം നൽകും. ഓർക്കുക, UK-ലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പഠിക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ ചെലവിൽ USA പഠിക്കുന്നതിനുള്ള വളരെ മികച്ച അവസരമാണിത്. അതും സ്റ്റാർട്ടിങ്ങിൽ ഒരു 6 ലക്ഷം രൂപയൊക്കെ ഫീസ് നൽകിക്കൊണ്ട്, അതും വിസ ഒക്കെ ലഭിച്ചതിന് ശേഷം മാത്രം ഫീസ് പേ ചെയ്താൽ മതിയാകും. അപ്പൊ ഈ ഒരു അവസരം മനസ്സിലാക്കുവാനായിട്ട് ഈ വെബിനാറിൽ പങ്കെടുക്കുക. അതിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ആദ്യത്തെ അവസരം നമ്മുടെ കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള MGU ഇന്നോവേഷൻ ഫൗണ്ടേഷൻ. ഇതൊരു MHRD, കേന്ദ്ര ഗവൺമെന്റ് MHRDയുടെ ഒക്കെ ഫണ്ടിങ് ഒക്കെയുള്ള, റൂസ ഫണ്ടിങ് ഒക്കെയുള്ള ഒരു ഇൻഡിപെൻഡന്റ് കമ്പനിയാണ്. അപ്പൊ ഈ MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഈ ഒരു കമ്പനിയിലേക്ക് ഇവര് 2 തസ്തികയിലേക്ക് ഇപ്പൊ ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇന്റേൺസിനെയാണ് ഹയർ ചെയ്യുന്നത്. സ്റ്റൈഫൻഡ് ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. UI UX ഡിസൈനർ, ടെസ്റ്റർ, ഈ തസ്തികകളിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. BE BTech, അത് കമ്പ്യൂട്ടർ സയൻസ്, അല്ലെ MCA, അല്ലെ MSc കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ BCA BSc കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും 2024 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും ഒക്കെ അപേക്ഷിക്കാം. നിങ്ങൾക്ക് സെപ്റ്റംബർ 7-ാം തീയതി വരെ അപേക്ഷിക്കാം. അപ്പോൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അതായത് ഇവരുടെ സൈറ്റിൽ ഓരോ തസ്തികയ്ക്കും വേണ്ട സ്കില്ലുകൾ, എത്ര ഒഴിവുകളുണ്ട്, കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പോയിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ ഈ 7-ാം തീയതിക്ക് മുമ്പായിട്ട് അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത അവസരം ഒന്ന് പരിശോധിക്കാം. ഇത് ലഭ്യമായിരിക്കുന്നത് ഭീമ ജുവലേഴ്സിലാണ്. ഭീമ ജുവലേഴ്സ് നമുക്കറിയാം, നമ്മുടെ കേരളമൊക്കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ജ്വല്ലറി കമ്പനിയാണ്, അല്ലെ. ഇവരേതാണ്ട് 20-ലധികം തസ്തികകളിലേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒട്ടനവധി ഒഴിവുകൾ ലഭ്യമാണ്. അപേക്ഷ കാത്തിരിക്കേണ്ട കാര്യമില്ല, നേരിട്ട് വോക്ക് ഇൻ ചെയ്ത അവസരങ്ങളിലേക്ക് എത്താം. എന്തൊക്കെയായിരിക്കും ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബ്രാഞ്ച് മാനേജർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ, ഫ്ലോർ മാനേജർ, ഫ്ലോർ സൂപ്പർവൈസർ, സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, IT എക്സിക്യൂട്ടീവ്, ഫ്ലോർ കോർഡിനേറ്റേഴ്സ്, സെയിൽസ് അസിസ്റ്റന്റ്, ഷോപ്പ് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ ടെലി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, സീനിയർ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്, ഗോൾഡ് സ്മിത്ത്, ഇലക്ട്രീഷ്യൻ, ഡ്രൈവേഴ്സ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, ബില്ലിംഗ്, കാഷ്യേഴ്സ്, ജൂനിയർ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്, ഇങ്ങനെയുള്ള തസ്തികകളിലാണ് അവസരങ്ങൾ ലഭ്യമായിരിക്കുന്നത്.
അവർക്കും ആ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഒക്കെ വിവിധ തസ്തികകളിൽ അപേക്ഷിക്കാനായിട്ട് കഴിയും. അതും ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളുമുണ്ട്. അപ്പൊ ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വോക്ക് ഇൻ ചെയ്തുകൊണ്ട് എത്താവുന്നതാണ്. ഓർക്കുക, ഇവര് പുതിയതായിട്ട് ആരംഭിക്കുന്ന ഇടുക്കി ജില്ലയിലെ കട്ടപ്പന ഷോറൂമിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് കട്ടപ്പനയിൽ വെച്ചിട്ടായിരിക്കും. സെപ്റ്റംബർ 6, 7 തീയതികളിൽ കട്ടപ്പനയിലെ കള്ളറക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് അത് 9 മണിക്കും 4 മണിക്കും ഇടയ്ക്കായിട്ട് വോക്ക് ഇൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് സന്ദർശിക്കുക. അതല്ലെങ്കിൽ jobsbridge.com എന്ന സൈറ്റിൽ പോയിട്ട് ഈ ഭീമ എന്ന് സെർച്ച് ചെയ്തും ഇതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇലക്ട്രിഫെക്സ് എന്ന് പറഞ്ഞിട്ട് കൊച്ചി ഇൻഫോ പാർക്കിൽ പ്രവർത്തനങ്ങളുള്ള ഒരു കമ്പനി, അവരുടെ അവസരങ്ങളൊന്ന് പരിശോധിക്കാം. അവരുടെ കരിയർ സൈറ്റിലേക്ക് വന്നാൽ ഈ അവസരങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഫ്രഷേഴ്സിന് വേണ്ടിയിട്ട് 6ഓളം വിവിധ തസ്തികകൾ ലഭ്യമാണ്. എംബഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇത് രണ്ടും 2025 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്ന അവസരം. ബാക്കിയൊക്കെ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം. അതായത് പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും 2024 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കൊക്കെ അപേക്ഷിക്കാം. HR ഇന്റേൺ, ജൂനിയർ അക്കൗണ്ടന്റ്, എംബഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, കൂടാതെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കുള്ള അവസരങ്ങളുണ്ട്. ഇത് ചില അവസരങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ അക്കൗണ്ടന്റ്, അതിന്റെ അവസരം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. അപ്ലൈ ചെയ്യാവുന്നത് MCOM, MBA അല്ലെ CMA കഴിഞ്ഞവർക്കാണ്. ഫ്രഷേഴ്സിനും 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. 75% മാർക്ക് എല്ലാ സെമസ്റ്ററൂടെ ലഭ്യമാകണമെന്നും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലൊക്കെ പ്രൊഫഷൻസി, സോഹോ, ബുക്സോ, ടാലിയോ, എക്സലോ ഒക്കെ അറിയണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യുക? നിങ്ങൾ ഇവിടെ ഒരു രജിസ്ട്രേഷൻ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യണം. എന്നിട്ട് ഇവരുടെ ഒരു 30 മിനിറ്റ്സിന്റെ ടെസ്റ്റ് ഉണ്ട്, അതെടുത്ത് ഇന്റർവ്യൂയിലൂടെ ആയിരിക്കും ഇതിലേക്ക് എത്താനായിട്ട് കഴിയുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ടൈം സ്ലോട്ട് സെലക്ട് ചെയ്യണം. ആ സ്ലോട്ടിൽ നിങ്ങളുടെ ടെസ്റ്റ് നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഷോർട്ട് ലിസ്റ്റ് ആയാൽ ബാക്കി പ്രോസസ്സിലൂടെ ആയിരിക്കും സെലക്ഷൻ നടക്കുക. ഇനി ബാക്കി അവസരങ്ങളുണ്ട്. ഇപ്പോൾ HR ഇന്റേൺ ആയിട്ട് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. MBA അല്ലെ MBA HR-ഉം MA, MSc, MCOM-കാർക്ക് അപ്ലൈ ചെയ്യാം. 70% മാർക്ക് നേടിയിരിക്കണം. ഫ്രഷേഴ്സിനും 3 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ എന്താ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അതൊക്കെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടൊക്കെ അപേക്ഷിക്കണമെങ്കിൽ അതിന് വേണ്ട സ്കില്ല് C++ അല്ലെ പൈതൺ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയണം. ബാച്ചിലേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ റിലേറ്റഡ് ഫീൽഡ്, BTech അല്ലെ BCA, BSc കമ്പ്യൂട്ടർ, MCA, MSc കമ്പ്യൂട്ടർ ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഫ്രഷേഴ്സിനും 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അപ്പം ഓരോന്നും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് അതിന്റെ വേക്കൻസിയുടെ ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കുക. എക്സ്പീരിയൻസ് ആയിട്ടുള്ള വേക്കൻസികളുണ്ട്, മനസ്സിലാക്കിയിട്ട് ഈ ടൈം സ്ലോട്ട് സെലക്ട് ചെയ്ത് അവരുടെ ടെസ്റ്റ് എഴുതി ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ചില അവസരങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഈ അവസരങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് കേരള നോളജ് എക്കണോമി മിഷനാണ്. കേരള ഗവൺമെന്റിന് കീഴിൽ KDISC-ന്റെ കീഴിലുള്ള ഒരു പ്രവർത്തനമാണ് കേരള നോളജ് എക്കണോമി മിഷൻ എന്നുള്ളത്. ഇവരുടെ DWMS പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിരിക്കും. ഞാൻ മുമ്പും നമ്മുടെ യൂട്യൂബ് ചാനലിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇവര് എഡ്യൂപോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ട്രെയിനിങ് ട്യൂഷൻ കമ്പനിയിലേക്ക് റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് ഡെവലപ്മെന്റ് അസോസിയേറ്റ് എന്ന തസ്തികയിലേക്കാണ്. വർക്ക് ഫ്രം ഹോം ആയിട്ട്, അതായത് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ജോലി അവസരങ്ങളായിരിക്കും. അപ്പോൾ ആർക്കായിരിക്കും ഈ BDA തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക? ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഫ്രഷേഴ്സിനും 3 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാം. പ്രായം 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം. സാലറി ഏകദേശം ഒരു 10,000-നും 15,000-നും ഇടയിലായിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. 20 സെപ്റ്റംബർ വരെ, സെപ്റ്റംബർ മാസം 20-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കുവാനായിട്ട്. എങ്ങനെയായിരിക്കും ഇതിനെ അപേക്ഷിക്കേണ്ടത്? അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ജോബ് കോഡൊക്കെ ഉണ്ട്. ആ ജോബ് കോഡ് മനസ്സിലാക്കിയിട്ട് ഈ DWMS പ്ലാറ്റ്ഫോമിൽ പോയി വേണം അപേക്ഷിക്കുവാനായിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി അടുത്ത അവസരം ഇൻഫോ പാർക്കിലെ ഒരു കമ്പനിയാണ്. ഇൻഫോ പാർക്കിൽ EXL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയുണ്ട്. മുമ്പ് OPI എന്നൊക്കെ പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ്. ഇവര് ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നോൺ വോയിസ് പ്രോസസ് എക്സിക്യൂട്ടീവ് എന്ന തസ്തികയിലേക്കാണ്. അതായത് പ്രോസസ് എക്സിക്യൂട്ടീവ് ആണ്, നോൺ വോയിസ് ആണ്. അതായത് ബാക്ക് ആൻഡ് പ്രോസസ് ആണ് നിങ്ങൾ ചെയ്യുക, ബിസിനസ് പ്രോസസ് സർവീസസ്. അത് തന്നെ നോൺ വോയിസ് ആയിരിക്കും, ശബ്ദമില്ലാതെ ഇമെയിലിലൂടെയും ചാറ്റിലൂടെയും ഒക്കെയുള്ള ജോലികളായിരിക്കും. അപ്പോൾ ഇവരുടെ ക്ലയൻസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് ബാക്ക് ഓഫീസ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക?
ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള അവസരമാണ്. ബേസിക് ഒരു ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിൽ കാണണം. ഒരു 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവരെ അപേക്ഷിച്ചാൽ മതി. 1 ഇയറിൽ മേളിലുള്ളവരെ, എക്സ്പീരിയൻസ് ഉള്ളവരെ കൺസിഡർ ചെയ്തില്ല എന്ന് ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുവാനായിട്ട് തയ്യാറായി. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള 1 ഇയറിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ള അല്ലെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാം. കൊച്ചി ഇൻഫോ പാർക്കിലായിരിക്കും അവസരം. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് jobsbridge.com എന്ന സൈറ്റിൽ പോകാം. അവിടെ പോയിട്ട് EXL എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ഡീറ്റെയിൽസ് ഉണ്ട്. അത് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. അടുത്ത അവസരം, ഇതും ഞാൻ മുമ്പ് സൂചിപ്പിച്ച KDISC അല്ലെങ്കിൽ നോളജ് എക്കണോമി മിഷൻ അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു അവസരമാണ്. DWMS പ്ലാറ്റ്ഫോമിലൂടെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ഇത് ജോബ് കോഡ് നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇതൊരു അപ്രന്റീഷിപ്പ് ഓപ്പർച്യൂണിറ്റിയാണ്. എവിടെയായിരിക്കും അപ്രന്റീഷിപ്പ് ഓപ്പർച്യൂണിറ്റി? പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു മഹാരത്ന കമ്പനിയാണ്, അല്ലെ, ഒരു വളരെ പ്രമുഖമായിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ ഇവിടേക്കാണ് ഈ ഒരു അപ്രന്റീഷിപ്പ് അവസരമുള്ളത്. ITIക്കാർക്കും ഡിപ്ലോമക്കാർക്കും എഞ്ചിനീയറിംഗുകാർക്കും ഒക്കെ അപേക്ഷിക്കാവുന്ന അവസരങ്ങൾ. അപ്പം ഇതിൻ്റെയും ഡീറ്റെയിൽസ് അത് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകിയിട്ടുണ്ട്. അത് പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. ഏതായാലും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പോയി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യും. അവർക്ക് ഈ റിക്രൂട്ട്മെന്റ് ഒന്നും ആർക്കും പണമൊന്നും നൽകേണ്ടതില്ല. ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കാൻ. എന്ന് മാത്രവുമല്ല, നിങ്ങൾ അപേക്ഷിക്കുന്ന എല്ലാത്തിനും ഒന്നും എല്ലാ കമ്പനികളും ഒന്നും വിളിച്ചു എന്ന് വരത്തില്ല. എന്നോർത്ത് ഈ അവസരങ്ങൾ ഫേക്ക് ആണ് എന്ന് കരുതരുത്. ഞാൻ കണ്ടെത്തിയ ചില നല്ല അവസരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.